പക്ഷെ എന്റെ പൊന്നിന്റെ വിശക്കുന്ന മുഖം കാണുമ്പോൾ വീണ്ടും വെറുതെയെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ തോന്നും. ഇന്നും ആരും കിട്ടിയില്ലല്ലേ? അതെ, ഇന്നത്തേക്ക് ഞാൻ മതിയോ? ആരായാലും എനിക്കൊരുപോലെ കാശ് കിട്ടിയാ മതി. കാശോ? ചേച്ചി, ഇതൊക്കെ ഒരു സഹകരണമല്ലേ? സഹകരണം കൊണ്ടേ അടുപ്പത്ത് തീ കത്തില്ല. അതുകൊണ്ട് മോൻ പോയിക്കോ. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചോട്ടാ മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, കാശ് കുറച്ച് 10 രൂപ മാത്രം, 10 രൂപ മാത്രം. അപ്പൂപ്പാ, 2222 ചോദ്യങ്ങളും അതിനുള്ള സൂപ്പർ മറുപടികളും. 10 രൂപ മാത്രം. മേടിച്ചോ, നല്ല ബുക്കാണ്. എന്തിന് വായിക്കാം. വേണ്ടേ? പുസ്തകമൊക്കെ ആർക്ക് വേണം? അപ്പാപ്പന് പറ്റിയതാ. ഷക്കീല ചേച്ചിയുടെ കിടിലൻ ലേറ്റസ്റ്റ് കാലം കഴിഞ്ഞില്ലേ, അവളെയൊന്നും ആർക്കും വേണ്ട. അപ്പാപ്പ, 6ാം ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ ഉണ്ട്. കൊച്ചി കൊള്ളാം. 100 രൂപയാകും. ഈ കള്ളന്മാര് മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചോട്ടാ മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. പോയിട്ട് വരാം. ചെല്ല് ചെല്ല്. പോവാ സാറേ. വാ. അല്ലേലും ഈ പോലീസുകാരിങ്ങനെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതൊരു മേല. ഹലോ സാറേ. എന്താടി? കാശ് തന്നില്ല. കാശോ? എന്തിന്? എന്തിനാ? എന്റെ മടിക്കുത്തഴിച്ചേന്. ഞങ്ങൾ സാറിന് കാശ് തരാറില്ല. അത് പറ്റില്ലല്ലോ സാറേ. എനിക്ക് വാങ്ങിയല്ലേ പറ്റൂ. എന്റെ കുട്ടി പട്ടിണിയാ. അവളുടെ വിശപ്പ് മാറ്റാനാ സാറിന്റെ കൂടെ വന്നേ, അല്ലാതെ പേടിച്ചിട്ടല്ല. ഓഹോ, നീ എന്റെ കാശ് വാങ്ങുന്നൊന്ന് കാണണോടി. ഉള്ളിലിട്ട് അഴിയെണ്ണിക്ക് ഞാൻ. ഓളോ, ജീവിക്കാൻ വഴിയില്ലാതെ നിൽക്കുന്ന പെണ്ണിന്റെ മടിക്കുത്തഴിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോ? കള്ളപ്പൂ. ഇതുപോലെ ഞാൻ ഒരുപാട് സാറന്മാരെ കണ്ടിട്ടുള്ളതാ. കാശ് തന്നിട്ട് പോ സാറേ, നാണം കെടാതെ. കൂടുതൽ മുരളണ്ട. നിങ്ങളൊക്കെ കൂടി ചാർത്തി തൊണ്ണൂറ് ഓമന പേരുണ്ട് എനിക്ക്. വേശ്യ. എന്നെ പോലൊരു വേശ്യ കൈവച്ചു എന്നറിഞ്ഞ സാറാകെ നാറും. അത് വേണോ? നിക്ക് നിക്ക്. ഇത് വെച്ചോ. നമ്മളോടാ കളി. പോ. വാ. ചെല്ലു. സാരല്ല, പോയിക്കോ. ചെല്ല, എഴുന്നേപ്പിക്ക. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, എഴുന്നേൽക്ക്. ശ്രീദേവി, ഇതെന്താ പാല്? ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? ശ്രീദേവി വീട്ടിൽ പോയില്ലേ? ബാക്കി എല്ലാരും പോയല്ലോ.
ചേട്ടാ ഞാൻ മറന്നു കേട്ടോ. രാമൻ നായര് പറഞ്ഞിരുന്നു വേലി കഴിഞ്ഞാൽ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു 1 ഗ്ലാസ് പാല് വാങ്ങിത്തരാട്ടോ. എന്താ അത് ശ്രീദേവി, ആണുങ്ങളെ തൊടുക? എനിക്ക് നാണം വരും കേട്ടോ. നാണമുള്ള ആളെന്തിനാ എന്നെ വേലി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. പിന്നെ രാമൻ നായരും പറഞ്ഞു വേലി കഴിച്ചാൽ നല്ല രസാന്ന്. നമുക്ക് കിടക്കാം. ആ എന്തത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട് ശ്രീദേവി, വിട്. ഇത് മോശാട്ടോ, അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ. ശ്രീദേവി ശ്രീദേവി വേണ്ട ശ്രീദേവി, കരയണ്ട ശ്രീദേവി. ശ്രീദേവി ഞാൻ ആരോട് പറയില്ല, കരയണ്ട. പാവം നല്ലൊരു പെങ്കൊച്ച്. 8ഉം പൊട്ടും തിരിയാത്ത ഒരുത്തിനെയാണല്ലോ ഭഗവാനെ ഈശ്വര നീ അവൾക്ക് കൊടുത്തത്. നല്ല പെങ്കൊച്ച്. ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. സുധർമ്മേ, എഴുതാപ്പുറം വായിക്കാണ്ടിരിക്കുക. നീ വെറുതെ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നല്ല ധാരണ തന്നെയാ ഉള്ളത്. വെറുതെ തർക്കിക്കാൻ നിൽക്കാണ്. നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. എങ്ങോട്ട് ശങ്കരേട്ടാ ഇത്ര രാവിലെ ധൃതിപ്പെട്ട്? ഒന്നും പറയണ്ട എന്റെ സുശീലേ. തറവാട്ടിലൊരു സമ്പാദ്യം വന്നു പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് തീരെ സുഖവുമില്ല. ഞാൻ രാവിലെ തന്നെ മരുന്നിന് വേണ്ടി ഓടുക. ശങ്കരേട്ടൻ ഏതായാലും കോള് തന്നെ. ആരാണാവോ പുതിയ സമ്പാദ്യം? അതൊന്നും പറയാതിരിക്കുക നല്ലത്. കഴിഞ്ഞ രാത്രിയിൽ വന്ന് കയറിയതാ. ഞാൻ കേട്ടണ്ടാന്ന് ഏറെ പറഞ്ഞതാ. കേക്കണ്ടേ? ഇതേപ്പ കളി കാര്യാവും പോണു. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. എത്രയായാലും ഒരു മനുഷ്യരല്ലേ, കുറച്ച് മരുന്ന് വാങ്ങി കൊടുക്കട്ടെ. ഈ ശങ്കരന് അതിന് വിരോധം ഉണ്ടായിട്ടല്ല. ഇപ്പോഴത്തെ കാലം എങ്ങനെയാ, നല്ലത് ചെയ്താൽ അകത്താവും. സാവിത്രി കൊച്ചമ്മേ, സാവിത്രി കൊച്ചമ്മേ. ആരാ കൊച്ചമ്മേ ഇവിടെ സുഖമില്ലാണ്ട് കിടക്കണേ? സുശീലയ്ക്ക് ഇത്ര കാലത്തെ ഈ ന്യൂസ് എവിടുന്ന് കിട്ടി? വഴിയിൽ വെച്ച് ശങ്കരേട്ട സൂചിപ്പിച്ചു. ഇവിടെ ഇന്നലെ വന്ന് പെട്ടതാ സുശീലേ. ദാ ആ മുറിയിലുണ്ട്, വാ. കൊച്ചമ്മേ, ഇവളൊരു പാവ. ഒരു പേരും അറിയില്ല. ചന്തയിൽ എങ്ങനെയോ വന്ന് പെട്ടതാ. എന്ത് പറ്റിയെന്നറിയില്ല. ആരോ പിടിച്ചോണ്ട് വന്ന് കാര്യം കഴിഞ്ഞിട്ട് തള്ളിയതാണെന്നാ തോന്നുന്നേ. ഒരു പൊട്ടിപ്പെണ്ണ. ഞാൻ വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അതുവരെ ഇവിടെ കിടക്കട്ടെ. ആട്ടെ, അങ്ങനെ ആവട്ടെ. ഏതായാലും ഒന്നുകൂടെ സുഖമായിട്ട് മതി. ശങ്കരേട്ടൻ ഇപ്പൊ മരുന്ന് കൊണ്ടുവരും. ഓ ശരി. എന്നാ ഞാൻ പോട്ടെ.